ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു തട്ടുകടയിലുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ രുചിയുള്ള ഒരു റോസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ഞാനിവിടെ ഒരു 3 സവാള അരിഞ്ഞതാണ്, നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് 3 സവാള, അതിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഒരു ബ്രൗൺ കളറാകണ വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ച് എടുത്തതാണ്. അതുപോലെ തന്നെ 2 സ്പൂണ് ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരയ്ക്കും നല്ലോണം വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി, നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. വെളുത്തുള്ളിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറി ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ഒരു വലിയ തക്കാളി ആണ് എടുത്തേക്കണത്, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണ, തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കണ അതേ രുചിയുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. തക്കാളി എല്ലാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഗരം മസാല, ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം, മസാലേൻ്റെ പച്ചമണം മാറണ വരയ്ക്ക് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല എല്ലാം നല്ലോണം കളറെല്ലാം മാറിയിട്ടുണ്ട്. മുളകിൻ്റെ മല്ലിൻ്റെയൊക്കെ ആ മണമൊക്കെ ഉണ്ട്, പച്ച മണമൊക്കെ ഉണ്ട് മാറി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഇടണം. ഞാനൊരു 3/4 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് ഉപ്പിടാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറിയ ചൂടോടുകൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ഫുള്ള് ഒഴിക്കണ്ട കേട്ടോ. നമ്മുടെ ചിക്കന് അധികം കുറേ സമയം വരെ വേകണ്ട. ചിക്കൻ പെട്ടെന്ന് വെന്ത് വന്നുകൊണ്ടിട്ട് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ ചിക്കനിലുള്ള വെള്ളം തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊരു 10-12 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ റെഡിയായാൽ നമുക്ക് നോക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ
വഴറ്റി വെച്ച സവാള ഉണ്ടല്ലോ, സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ചധികം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അപ്പം അതിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ വലിയ ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ടാക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അത് മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.